students, welcome back to my class. So today we were going to discuss about the receptors of frog and നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ റിസപ്റ്റേഴ്സിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ഇയേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ഐനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് 3 റിസപ്റ്റേഴ്സിനെ കുറിച്ച് കൂടി നോക്കാനുണ്ട്. അതാണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. ഓൾഫാക്ടറി എന്നുള്ള വേർഡ് നമുക്ക് മനസ്സിലായി കാണും. These are the receptors for perceiving the sense of smell. Smell perceive ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ആണ് olfactory receptors എന്ന് പറയുന്നത്. അവരെ കാണുന്നത് they are lodged in a pair of olfactory sacs or nasal sacs located in the olfactory capsules of the skull. സ്കള്ളിൽ കാണുന്ന olfactory capsules കാണുന്നുണ്ട്. അതിലാണ് ഈ olfactory sacs കാണുന്നത്. ഒരു പെയർ ആയിട്ടാണ് കാണുന്നത് ഈ nasal sacs അല്ലെങ്കിൽ olfactory sacs. Each sac communicates with the outside through external nostril and with the buccal cavity through the internal nostril. Okay. ഓരോ സാക്കും എന്ത് ചെയ്യുന്നു? ഔട്ട്സൈഡിനായിട്ട് എക്സ്റ്റേണൽ നോസ്ട്രൽ വഴി, അതുപോലെ തന്നെ ബക്കൽ ക്യാവിറ്റിനായിട്ട് ഇന്റേണൽ നോസ്ട്രൽ വഴിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സാക്കിനെ ലൈൻ ചെയ്തുകൊണ്ട് ഒരു സെൻസറി എപ്പിത്തീലിയം കാണാം, വിച്ച് ഇസ് കോൾഡ് സ്നിഡേറിയൻ മെംബ്രെയിൻ അല്ലെങ്കിൽ ഓൾഫാക്ടറി എപ്പിത്തീലിയം. അപ്പൊ ഈ സാക്ക് ഓൾഫാക്ടറി സാക്കിനെ ലൈൻ ചെയ്തുകൊണ്ട്, അത് പെയറായിട്ട് കാണുന്നതാണ് നേസൽ സാക്ക്. അതിൽ ലൈൻ ചെയ്തുകൊണ്ട് നമുക്ക് സ്നിഡേറിയൻ മെംബ്രെയിൻ കാണുന്നുണ്ട്. ഈ ദിസ് സെൻസറി ലൈനിങ് ഈസ് innervated by the fibers of olfactory nerve. അവിടെ ഒരുപാട് നെർവ്സ് കാണുന്നുണ്ട്. They are the nerves of olfactory fibers of olfactory nerve. olfactory nerveന്റെ ഫൈബേഴ്സ് ആണ് അവിടെ ഇന്നർവേറ്റ് ചെയ്ത് കാണുന്നത് സെൻസറി ലൈനിങ്ങിൽ. പിന്നെ പറയുകയാണെങ്കിൽ the Schneiderian membrane is formed of two kinds of cells which are supporting cells and neurosensory cells അല്ലെങ്കിൽ olfactory cells. അപ്പോൾ Schneiderian membraneൽ 2 kinds of cells കാണുന്നുണ്ട്, സപ്പോർട്ടിംഗ് സെൽസും അതുപോലെ തന്നെ ന്യൂറോസെൻസറി സെൽസ്. ആൻഡ് ദേ ആർ ഓൾസോ കോൾഡ് ഓൾഫാക്ടറി സെൽസ് എന്ന് പറയാറുണ്ട്. സപ്പോർട്ടിംഗ് സെൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോൺ നെർവസ് ആണ്, കൊളംനാർ സെൽസ് ആണ്. പക്ഷെ ഓൾഫാക്ടറി സെൽസ് എന്ന് പറഞ്ഞാൽ സെൻസറി ഹെയർ സെൽസ് ആണ്. അതിന് മുകളിൽ സെൻസറി ഹെയർസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഓൾഫാക്ടറി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അവരെ ഒരു ഓഡറസ് കെമിക്കലിനായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മളെ നേസൽ മ്യൂക്കോസയിൽ നിന്ന് നേസൽ മ്യൂക്കോസൽ സെക്രീഷൻ ഉണ്ടായിരിക്കുമല്ലോ, അത് വല്ല ഓഡറസ് കെമിക്കൽസും ഡിസോൾവ് ചെയ്യുന്ന സമയത്താണ് ഈ ഓൾഫാക്ടറി സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, the olfactory cells get stimulated when they come in contact with the odorous chemicals that are dissolved in the secretion of nasal mucosa. ആ nasal mucosa സെക്രീഷനിൽ എന്തെങ്കിലും ഓഡറസ് കെമിക്കൽസ് ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് ഓൾഫാക്ടറി സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഈ സ്റ്റിമുലസ് എന്ത് ചെയ്യുന്നു? പിന്നെ ഓൾഫാക്ടറി സെന്ററിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ബ്രെയിനിലെ ഓൾഫാക്ടറി സെന്ററിലേക്ക് ഓൾഫാക്ടറി നെർവ് വഴി ഈ സ്റ്റിമുലസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് സെൻസ് ഓഫ് സ്മെല്ല് ഉണ്ടാവുന്നത്. ഓക്കെ, അത്രയാണ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് സെൻസ് ഓഫ് സ്മെല്ലിന് വേണ്ടിയുള്ള റിസപ്റ്റേഴ്സ് ആണ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. സോ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഗസ്റ്റാറ്റോ റിസപ്റ്റേഴ്സ് ആണ്. സോ ഗസ്റ്റാറ്റോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ദ ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ആൻഡ് ദേ യൂഷ്വലി ടേക്ക് ദ ഫോം ഓഫ് ടേസ്റ്റ് ബഡ്സ് എസ്പെഷ്യലി ഡെവലപ്ഡ് ഓൺ ദ ടങ്. അവർ കാണുന്നത് ഒരു ടേസ്റ്റ് ബഡ്സ് ആയിട്ടാണ് നിൽക്കുന്നത്, അതുപോലെ തന്നെ ടങ്കിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ടേസ്റ്റ് ബഡ് എന്ന് പറഞ്ഞാൽ നമുക്കും നമ്മുടെ നാവിൽ എന്തുണ്ട്, ടങ്കിൽ എന്തുണ്ട്, ടേസ്റ്റ് ബഡ്സ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്കും ടേസ്റ്റ് ബഡ് കാണുന്നുണ്ട്. ടേസ്റ്റ് ബഡ് എന്ന് പറഞ്ഞാൽ ബാരൽ ഷേപ്ഡ് കൊളംനാർ എപ്പിത്തീലിയൽ സെൽസ് ആണ്. ഗ്രൂപ്പായിട്ട് കാണുന്ന ബാരൽ ഷേപ്ഡ് ആയുള്ള കൊളംനാർ എപ്പിത്തീലിയൽ സെൽസ് ആണ്. 2 kinds ഓഫ് സെൽസ് ആണ് അവിടെ കാണുന്നത്. നോൺ നെർവസ് സപ്പോർട്ടിംഗ് സെൽസും കാണാം, സെൻസറി ഹെയർ സെൽസും കാണുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ടിംഗ് സെൽസ് എന്ന് പറഞ്ഞാൽ അവര് ഈ സെൻസറി ഹെയർ സെൽസിന്റെ അറൌണ്ട് ഒരുപാട് ഈ ചുറ്റോറ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ സപ്പോർട്ടിംഗ് സെൽസിനെ. ടേസ്റ്റ് ബഡ്സിനെ ഇന്നർവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 7th and 9th ക്രാനിയൽ നെർവ്സ് കാണുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ ടേസ്റ്റ് ബഡ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ദ പാപ്പില്ലേ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ ടങ് കോൾഡ് ലിംഗ്വൽ പാപ്പില്ലേ ഓർ ടേസ്റ്റ് പാപ്പില്ലേ. നമുക്ക് മ്യൂക്കസ് മെംബ്രെയിനിലെ ടങ്കിലെ മ്യൂക്കസ് മെംബ്രെയിനിലെ പാപ്പില്ലയുടെ മുകളിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിച്ച് ഇസ് നോൺ ആസ് ലിംഗ്വൽ പാപ്പില്ലേ അല്ലെങ്കിൽ ടേസ്റ്റ് പാപ്പില്ലേ എന്ന് പറയും. ഇൻ ഫ്രോഗ് there are 2 types of papillae കാണുന്നുണ്ട്, namely filiform papillae and fungiform papillae. ഓക്കെ, 2 തരം പാപ്പില്ലേ കാണുന്നുണ്ട്, ഫിലിഫോം പാപ്പില്ലേ ആൻഡ് ഫഞ്ചിഫോം പാപ്പില്ലേ. ഫിലിഫോം പാപ്പില്ലേ പറഞ്ഞാൽ കോണിക്കലാണ്, പക്ഷെ ഫഞ്ചിഫോം പാപ്പില്ലേ എന്ന് പറയുന്നത് അത് റൗണ്ടഡ് അല്ലെങ്കിൽ നോബ്ഡ് ആണ്. ടേസ്റ്റ് ബഡ്സ് ആർ സീൻ ഓൺലി ഓൺ ഫഞ്ചിഫോം പാപ്പില്ലേ and taste buds get stimulated when the sensory hairs of taste cells come in contact with the substance in solution. Okay. അപ്പോൾ ടേസ്റ്റ് ബഡ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? സെൻസറി ഹെയർസ്, ടേസ്റ്റ് സെൽസിൽ കാണുന്ന സെൻസറി ഹെയർസ് ഉണ്ടല്ലോ, അത് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിനായിട്ട് കം ഇൻ കോൺടാക്ട് ആകുമ്പോഴാണ്, അതിന് കോൺടാക്ട് വരുന്ന സമയത്താണ് ടേസ്റ്റ് ബഡ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ഫഞ്ചിഫോം ഫാമിലിയിൽ മാത്രമാണ് ടേസ്റ്റ് ബഡ്സ് കാണുന്നത്. അത്രയാണ് ഗസ്റ്റേറ്റീവ് റിസപ്റ്റേഴ്സിന്റെ കാര്യം പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, ക്യൂട്ടേനിയസ് റിസപ്റ്റേഴ്സ്. സോ വാട്ട് ആർ ക്യൂട്ടേനിയസ് റിസപ്റ്റേഴ്സ്? ക്യൂട്ടേനിയസ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ഇൻക്ലൂഡ് സെൻസറി നെർവ് എൻഡിങ്സ് ഇൻ ദ എപ്പിഡെർമിസ്. നമ്മളെ ഈ എപ്പിഡെർമിസ്, ഫ്രോഗിന്റെ എപ്പിഡെർമിസിലുള്ള എന്താണ് സെൻസറി നെർവ് എൻഡിങ്സിനാണ് നമ്മൾ ക്യൂട്ടേനിയസ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. At some places, several epidermal cells form groups which are profusely supplied with sensory nerve endings. Okay. ചില സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, എപ്പിഡെർമൽ സെൽസിൽ ഒരുപാട് നമുക്ക് എന്ത് കാണാം, സെൻസറി നെർവ് എൻഡിങ്സ് കാണാം. സച്ച് ഗ്രൂപ്പ്സിന് നമ്മൾ പറയുന്ന പേരാണ് ടാക്ടൈൽ പാച്ചസ്. ഓക്കെ, ദേ ആർ സെൻസിറ്റീവ് ടു ടച്ച്, ഹീറ്റ്, കോൾഡ്, പെയിൻ ആൻഡ് ആക്ഷൻ ഓഫ് കെമിക്കൽസ്. അത് ഹീറ്റ് ആയാലും കോൾഡ് ആയാലും പെയിൻ ആയാലും അതുപോലെ തന്നെ എന്തെങ്കിലും കെമിക്കൽസിന്റെ ആക്ഷനോടൊക്കെ സെൻസിറ്റീവ് ആണ് ഈ സെൻസറി നെർവ് എൻഡിങ്സ്. അപ്പൊ അങ്ങനെ 3 റിസപ്റ്റേഴ്സ് കാണുന്നുണ്ട്: ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, ഗസ്റ്റാറ്ററി റിസപ്റ്റേഴ്സ്, ക്യൂട്ടേനിയസ് റിസപ്റ്റേഴ്സ്. ഇത്രയാണ് നമുക്ക് സെൻസ് ഓർഗൻസ് ഓഫ് ഫ്രോഗ് അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് ഓഫ് ഫ്രോഗിൽ പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 3 റിസപ്റ്റേഴ്സ് 3 പാർട്ടായിട്ടാണ് നോക്കിയത്. ആദ്യം പറഞ്ഞത് ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഐസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സ്ട്രക്ചർ ഓഫ് ഐ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ സ്റ്റാറ്റോ അക്കോസ്റ്റിക് ഓർഗൻസ് അല്ലെങ്കിൽ ഇയേഴ്സിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ സ്ട്രക്ചർ നോക്കി. പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. ഗസ്റ്റാറ്ററി റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ക്യൂട്ടേനിയസ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെൻസറി നെർവ് എൻഡിങ്സ് ആണ്. എപ്പിഡെർമിസിൽ കാണുന്ന സെൻസറി നെർവ് എൻഡിങ്സ് ആണ്. അത്രയാണ് റിസപ്റ്റേഴ്സ് ഓഫ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് റിസപ്റ്റേഴ്സ് ഓഫ് ഫ്രോഗ്. താങ്ക് യു.